കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ വനം വകുപ്പിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച നേരിട്ട് ഹാജരാകണം. സ്വമേധയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടപെടൽ. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, എന്തെല്ലാം പരാമർശങ്ങളാണ് ഈ വിഷയത്തിൽ ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്? ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആർക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടതെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ ആരാഞ്ഞത്. കഴിഞ്ഞ ദിവസം ആന പടക്കം പൊട്ടിയതുമായി ബന്ധപ്പെട്ടാണ് ആന ഇടയുന്ന സാഹചര്യം ഉണ്ടായത്. അതേസമയം ക്ഷേത്രത്തിന്റെ കെട്ടിടം തകർന്നു വീണാണ് കൂടുതൽ ആൾക്കാർക്കും പരുക്കേറ്റതെന്നും അതേസമയം ആന ചവിട്ടിയാണ് മരണമുണ്ടായതെന്നും 2 നിരീക്ഷണമുണ്ട്. അങ്ങനെയും മരണം സംഭവിച്ചിരിക്കാമെന്ന് നിരീക്ഷണമുണ്ട്. എന്നിരുന്നാൽ പോലും ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി കർശന നിയന്ത്രണം ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. ആനയുമായി ബന്ധപ്പെട്ട് ആന നിൽക്കുന്ന ഇടങ്ങളിൽ നിന്നും 10 മീറ്റർ അകലത്തിലെങ്കിലും വേണം ആളുകളെ നിർത്താൻ എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് നേരത്തെ തന്നെ ജസ്റ്റിസ് പി ഗോപിനാഥിന്റെയും അതുപോലെ ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരുടെയും ബെഞ്ചായിരുന്നു ആ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത്. അതിനെതിരെ പുരപ്രേമി സംഘം സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു. പക്ഷേ ആ ഒരു ഉത്തരവ് സ്റ്റേ ചെയ്തത് തൽക്കാലത്തേക്കാണ്. അത് ഉത്സവങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല, ഇതിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ വേണമെങ്കിൽ ഹൈക്കോടതിയെ തന്നെ സമീപിക്കണമെന്നും പറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ദേവസ്വം ബെഞ്ചാണ് ഈ കാര്യത്തിൽ ഈ ഹർജി പരിഗണിച്ചിരിക്കുന്നത്. സ്വമേധയാ ഹൈക്കോടതി എടുത്ത ഹർജി തന്നെയാണ് പരിഗണിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആർക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടത്. അത് മാത്രമല്ല, ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇവർ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് കൃത്യമായ നിർദ്ദേശം. ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥർ നേരിട്ട് കോടതിയിൽ ഹാജരായി വിശദീകരണം നൽകണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഈ വിഷയത്തിൽ പ്രാഥമിക റിപ്പോർട്ട് ഉടൻ തന്നെ വനംവകുപ്പ് നൽകും. ആനകൾ ഇടയാൻ കാരണം പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടതാണെന്നാണ് ആദ്യ നിഗമനം. നിയമലംഘനമുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെയാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പീതാംബരൻ, ഗോകുൽ എന്നീ ആനകൾ ഇടഞ്ഞത്. കനത്ത ശബ്ദത്തോടെയുള്ള കരിമരുന്ന് പ്രയോഗമാണ് ആന ഇടയാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. അപകടത്തിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങൾ ഇക്കാര്യം ശരിവെക്കുന്നു. സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്ററുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തി. പരിക്കേറ്റവരുമായും ഉദ്യോഗസ്ഥർ സംസാരിച്ചു. നിയമലംഘനമുണ്ടെങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്ന് സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ അറിയിച്ചു. ADM കൂടി ഒന്നിച്ചിരുന്ന് മന്ത്രിക്ക് ഒരു പ്രിലിമിനറി റിപ്പോർട്ട് നമ്മൾ സമർപ്പിക്കും. അതിന് പുറമെ ഫൈനൽ റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും സമർപ്പിക്കും. നമ്മളിത് നോക്കിയിട്ടുണ്ട്, ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഒരു സർവേ നടത്തിയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നടപടിക്ക് തന്നെ റെക്കമെൻഡ് ചെയ്ത് നമ്മൾ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതായിരിക്കും. നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചോ എന്ന് പരിശോധിക്കുമെന്ന് വനമന്ത്രി A K ശശീന്ദ്രൻ പ്രതികരിച്ചു. കർശനമായി തന്നെ പരിശോധിക്കും. നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരുപാട് കാര്യങ്ങൾ വേണം. ഒന്ന്, ഉത്സവം നടത്താൻ ആനകളെ എഴുന്നള്ളിക്കാനൊക്കെ ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് കമ്മിറ്റിക്കാണ് നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കോടതി ഞങ്ങൾ ആ നിർദ്ദേശമാണ് സബ്മിറ്റ് ചെയ്തത്. കാരണം ഇനി എല്ലാ സ്റ്റേറ്റ് ലെവലിലും ഒന്ന് ആലോചിക്കുന്ന പകരം ഓരോ ജില്ലയിലെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വ്യത്യസ്തതയുണ്ടാകും. ആ വ്യത്യസ്തതയൊക്കെ അവിടെ പരിശോധിച്ച് പൊതുവെ സമൂഹത്തിന് അപകടമില്ലാത്ത വിധത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്ന പ്രപ്പോസൽ ഞങ്ങൾ ഈ കാര്യത്തിൽ കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപകടത്തിൽ മരിച്ച 3 പേരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പരിക്കേറ്റ 12 പേർ ചികിത്സയിലാണ്. കൊയിലാണ്ടി നഗരസഭയിലെ 9 ഡിവിഷനുകളിൽ ഹർത്താൽ ആചരിക്കുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്.